ശക്തമായ പ്രതിഷേധിച്ച് നിൽക്കുമ്പോൾ ആ പ്രതിഷേധത്തെ ഒട്ടും വകവയ്ക്കാതെയും മാനിക്കാതെയും 2 വാഹനങ്ങളിൽ ഈ പ്രതിഷേധക്കാർ ഇരിക്കുന്ന റോഡിലാണ് കുത്തിയിരിക്കുന്നത്. ആ പ്രതിഷേധക്കാരുടെ നേരെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന കേരളത്തിന്റെ മുൻ തമ്പുരാൻ സഖാവ് പിണറായിക്കുട്ടന്റെ മകൾ വീണക്കുട്ടിക്ക് വേണ്ടി ഈടിയെറിഞ്ഞ വലയിൽ പോയി പെട്ടുപോയ ചില അണികൾ. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയുടെ അടിയിലും വരും ചില അടിമകൾ. ഒന്ന് പോടാ മോനെ, പോടാ താമോനെ, പോടാ മാമോനെ, പോടാ പാമോനെ എന്നൊക്കെ പറഞ്ഞു. കൂട്ടുകാരെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യമുള്ളൂ പറയാൻ. നിങ്ങൾ പറ, നിനക്കൊക്കെ അതേ അറിയത്തുള്ളൂ. തായും പായും മായും പറയുക, എന്നിട്ട് ചുമ്മാ ആരെങ്കിലും നെഞ്ചത്തോട്ട് ചാടി വീഴുക, കല്ലെടുക്കുക, എറിയുക. എന്നിട്ടിപ്പോൾ എന്തായി? നിന്റെയൊക്കെ നേതാക്കന്മാർക്ക് ഒരു കുഴപ്പവും ഇല്ല. അവന്മാര് വീട്ടിൽ ഇരുന്ന് മട്ടനും ബീഫും വെച്ച് താങ്ങുന്നുണ്ട്. നീയൊക്കെ അകത്ത് പോയി കിട. മനസ്സിലായോ? അകത്ത് പോയി കിടക്ക്. നിന്റെയൊക്കെ ആ കടി അങ്ങ് തീരട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങയുടെ സ്വാഗതം. വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. കാര്യത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഈ പരിസരത്ത് കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. കടക്കടാ പുറത്ത് എന്ന് ഞാൻ പറയത്തില്ല. അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഒന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ അപ്പുറം തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുമേ. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അത് വേറൊന്നും കൊണ്ടല്ല, ചില ചേട്ടന്മാർക്ക് നമ്മൾ ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ട് കുരുപൊട്ടും. അപ്പോൾ അവന്മാർ നമ്മുടെ ചാനലിനെ അടിച്ചില്ലാതാക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു പണി നിങ്ങൾ വഴിയേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനാണ് ധൈര്യത്തോടെ ആ ഹൈപ്പിലോട്ട് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മെയിൻ സ്ട്രീം ചാനലുകളിൽ ഇന്നും വാർത്തകൾ എന്ന് പറയുന്നത് മെയിൻ 2 എണ്ണമാണ്. അതിലൊന്ന് നമ്മുടെ അമ്മ AMMA. അതിനെപ്പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. കോമഡിയാണേ. പിന്നെ ഇന്ന് ഞാൻ കണ്ടത് നമ്മുടെ വീണ വിജയനുമായി ബന്ധപ്പെട്ട് വീണക്കുട്ടിക്ക് നല്ല പണി കിട്ടും, തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്, പിണ്ണുമാമൻ വന്നിരുന്ന് വിളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു കാര്യവും ഇല്ല, നല്ല പണി കിട്ടും. ഒരു അക്കൗണ്ട് മാത്രമേ ഇപ്പം മരവിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല, അതിനകത്ത് വലിയ പൈസയൊന്നുമില്ല. ഈ വീണക്കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മാസപ്പടി അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം മേപ്പൊട്ടും നോക്കി വാ വിളിക്കുക. പൂട്ടണം. പക്ഷെ വേറൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, എത്രയൊക്കെ പണി കിട്ടിയാലും പൂട്ടാൻ ശ്രമിച്ചാലും കൂടിപ്പോയ 2-3 മാക്സിമം അങ്ങനെ അറ്റം വലിയ പണിയാണ് കിട്ടാൻ പോകുന്നതെങ്കിലും ആ പണിയുടെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് ഒരു 3-4-5 കൊല്ലം ചിലപ്പോൾ ഉള്ളേ പോകേണ്ട അവസ്ഥ വരും. അതേ ഉള്ളൂ. പക്ഷേ ഈഡിക്കെതിരെ മറ്റേ അങ്ങോട്ട് കല്ലൊക്കെ എടുത്ത് അങ്ങോട്ട് ഗംഭീരമായിട്ട് അങ്ങോട്ട് ചാടി ഇറങ്ങിയ കുറെ വീര സഖാക്കന്മാരുണ്ടല്ലോ, അടിമകള് അങ്ങനെ വേണം പറയാൻ. അണികൾ എന്നല്ല പറയണ്ട, അടിമകള്. അവന്മാർക്ക് കിട്ടാൻ പോകുന്ന പണി ചെറുതൊന്നും ആയിരിക്കത്തില്ല. മനസ്സിലായോ? ചെറുതൊന്നും ആയിരിക്കത്തില്ല, നല്ല പണി കിട്ടും. ഈ ഓരോ പാർട്ടിക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഈ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ വിളിച്ചോണ്ട് നടക്കാൻ പോയിട്ട് നിനക്കൊക്കെ എന്ത് കിട്ടാൻ? എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. എന്ത് കിട്ടാനാ നിനക്കൊക്കെ? പുതുതലമുറ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്താണ് കാര്യങ്ങൾ ചിന്തിച്ച് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പുതുതലമുറയിലുള്ളവര്. പക്ഷെ അതിലുകൊണ്ട് കുറെ മണ്ടന്മാർ, ഇല്ലെങ്കിൽ അവരെ കഥകൾ പറഞ്ഞ് മറ്റേ രാഷ്ട്രീയത്തിൽ നിങ്ങളൊക്കെ അങ്ങോട്ട് എത്തി അങ്ങോട്ട് കേരളം ഭരിച്ച് നിങ്ങൾ മറ്റേ വിപ്ലവം ഒന്നുമില്ല. സ്വന്തം കാര്യം നോക്കി ജീവിക്കുക, അതാ നല്ലത്. ഈ വല്ലവനും വേണ്ടി വിളിക്കാൻ നടന്നിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല നിനക്കൊക്കെ. കുറച്ച് കഴിയുമ്പോഴൊക്കെ നിന്റെയൊക്കെ തന്നെ ജീവിതം തൊലഞ്ഞു പോകുന്നേ ഉള്ളൂ. മനസ്സിലായോ? അനുഭവം കൊണ്ട് പറയുക കേട്ടോ, അനുഭവം കൊണ്ട്. സ്വന്തം കാര്യം നോക്കുക. വെറുതെ ഓരോരുത്തരും കല്ല് വലിച്ചെറിയാനും ഇഷ്ടിക വലിച്ചെറിയാനും നടന്നു കഴിഞ്ഞാൽ നിനക്കൊക്കെ തന്നെ പോകത്തുള്ളൂ. ഒരൊറ്റ നേതാവിന്റെ പേര് കേസില്ല. എന്നാണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വാർത്തയിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ പിടിയിലായ 11 പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നു. നിരവധി CPM പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ തടിച്ചു കൂടിയിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. അരുൺകുമാർ ചേരുകയാണ്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ പ്രതികളെയൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണോ അതോ ഈ പ്രതികൾ പോയി കീഴടങ്ങുകയാണോ? എന്നാൽ IP ബിനു താൻ പോയി പോലീസിന് മുന്നിൽ നേരിട്ട് ഹാജരായി എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇന്ന് ദിനകർ വട്ടിയൂർക്കാവിലെ CPM പ്രവർത്തകനാണ്. ദിനകറും ഇന്ന് പോലീസിന് മുന്നിൽ പോയി കീഴടങ്ങി എന്നതാണ് പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ ഇത് അറസ്റ്റായി തന്നെ പോലീസ് അവകാശപ്പെടുകയാണോ? പ്രതികളെല്ലാം തന്നെ അറസ്റ്റ് ചെയ്തു എന്നാണ് പോലീസിൻ്റെ അവകാശവാദം. അനൂപ് സൂചിപ്പിച്ച പോലെ ഇന്നലെ IP ബിനു അറസ്റ്റിലായതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ IP ബിനുവിൻ്റെ സോഷ്യൽ മീഡിയ മറ്റാരെങ്കിലും കൈകാര്യം ചെയ്യുന്നു എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും
പിടിച്ചതല്ല പിടികൊടുത്തതാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ അറസ്റ്റിൻ്റെ തൊട്ടു പിന്നാലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് പറയുന്നത് അങ്ങനെയല്ല. തമ്പാനൂരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് അവിടെ താമസിക്കുന്നു എന്ന് അറിഞ്ഞ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു എന്നാണ്. ഈ ദിനകർ കീഴടങ്ങിയാണോ അറസ്റ്റാണോ എന്ന് സംബന്ധിച്ച് ചോദിച്ചപ്പോഴും ദിനകരനെയും അറസ്റ്റ്. കാരണം ദിനകരന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദിനകരൻ്റെ വീട്ടിലും സുഹൃത്തുക്കളൊക്കെ വീട്ടിലൊക്കെ വ്യാപകമായി പരിശോധന നടത്തിയത്. കാരണം ആദ്യം ഈ വാഹനത്തിന് നേരെ അക്രമം അഴിച്ചു വിടുന്നത് ഈ ദിനകറാണ്. അപ്പോൾ എന്തുകൊണ്ട് ആ മുഖ്യപ്രതിയെ പിടികൂടിയില്ല എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം പിടികൂടി. ഈ പറയുന്ന 19 അറസ്റ്റിലായി. ഇത് പലതും എന്ന് പറയുന്നത് അവിടെ ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്താണ്. ആ ദൃശ്യങ്ങളിൽ നേരിട്ട് പങ്കാളിയായവർ ചിലർ ഈ അറസ്റ്റിൻ്റെ കൂട്ടത്തിലില്ല. പക്ഷേ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണത്താൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമൊക്കെ പലരും ഈ സറണ്ടർ ആയതും പിടികൊടുത്തതും ഒക്കെ ആവണം. ബാക്കി കേൾപ്പിക്കാൻ കല്ല് വലിച്ചെറിഞ്ഞവനൊന്നും ഉള്ളേലില്ല, അല്ലെങ്കിൽ അവൻ്റെ ഒന്നും വരത്തില്ല, അവൻ്റെ ഒന്നും പേര് കേസ്. ആ പ്രകടനത്തിന് പങ്കെടുത്തതിൻ്റെ പേരിൽ, പാർട്ടി നിർദ്ദേശിച്ചതിൻ്റെ പേരിൽ പാവപ്പെട്ട 1-2 സഖാക്കൾ പോയി കീഴടങ്ങി. ഞാനാണ് ചാറയെ കല്ലെറിഞ്ഞത് എന്നും പറഞ്ഞ് പുതുമയൊന്നുമില്ല ഇതിനകത്ത്. നമ്മളിതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ശരിക്കും ഈ ഒരു പരിപാടി അവിടെ ഓർഗനൈസ് ചെയ്ത് ആ ഒരു പ്രകടനം ഓർഗനൈസ് ചെയ്ത നേതാക്കന്മാരെല്ലാം വീട്ടിൽ ഇരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പുട്ടടിക്കുന്നുണ്ട്. മനസ്സിലായോ? അവിടെ വന്ന് ജയ്യും വിളിച്ചോണ്ടിരുന്ന അല്ലെങ്കിൽ കല്ല് വരച്ച് എറിഞ്ഞ ആളുകൾ പോലും ഇല്ല. അകത്തോട്ട് പോകണ്ട. അവരൊക്കെ മെയിൻ ആളുകളാണ്, അവരൊക്കെ വേണം. എന്നാലേ ഇനി അടുത്ത കല്ല് വരച്ചെറിയാൻ പറ്റുള്ളൂ. മണ്ടന്മാർ കുറേ പേര് അവിടെ ചുമ്മാ കുത്തിയിരുന്ന് വിളിച്ചോണ്ടിരുന്ന്, മക്കളെ നിങ്ങൾ ചെല്ലടാ, നിങ്ങളെ നമ്മൾ ഇറക്കിക്കോളാടാ, നമ്മളുണ്ടടാ നിൻ്റെയൊക്കെ കൂടെ എന്നും പറഞ്ഞ് പാർട്ടിക്ക് വേണ്ടിയല്ലേ നീ ചെല്ലടാ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിക്കാതെ, സ്വന്തം വീട്ടിലിരിക്കുന്ന ആളുകളെ പോലും ചിന്തിക്കാതെ പോയി കയറി കൊടുക്കുന്നവരില്ലേ? പ്രിയപ്പെട്ടവരെ, മണ്ടന്മാരാ നീയൊക്കെ. എന്തിനാ നിൻ്റെയൊക്കെ ജീവിതം? എന്തിന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തൊലയ്ക്കുന്നു? അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ, കൂടുതലൊന്നും ചോദിക്കാനില്ല. നിൻ്റെയൊക്കെ ജീവിതം തൊലയ്ക്കും. നിൻ്റെയൊക്കെ വീട്ടിലിരിക്കുന്നവർ, അവർക്ക് സമാധാനം കിട്ടുമോ? നീയൊക്കെ ഈ അകത്ത് പോയി കിടന്നു കഴിഞ്ഞാൽ എന്തിന് അവരുടെയും സമാധാനം കളയാൻ നീയൊക്കെ ആ വീട്ടിൽ ജനിച്ചു? എനിക്കതേ ചോദിക്കാനുള്ളൂ. അവരുടെയൊക്കെ വീട്ടുകാരോടാണ് സങ്കടം. മനസ്സിലായില്ലേ? വീട്ടുകാരോട്. അവരെന്ത് തെറ്റ് ചെയ്തു? നീയൊക്കെ ഈ പാർട്ടിക്കും വേണ്ടി എന്തിനടാ ഈ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പം ഈ പോയി കീഴടങ്ങിയ കുറച്ച് പേരെ ചിലപ്പോൾ കുറച്ച് കാലം സുഖമായിട്ടിരിക്കാം. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് ആര് കാണും? നിനക്കൊക്കെ ഒരു പാർട്ടിയും കാണത്തില്ല. കാണും കുറച്ച് ദിവസം, പിന്നെയും നീയൊക്കെ തന്നെ മേലടങ്ങി പോയി പണിയെടുക്കണ്ടേ? വേണ്ടേ? അല്ലാതെ പാർട്ടി ഇങ്ങനെ മോനെ കഴിക്കണം, മോനെ കഴിക്ക് ഇങ്ങനെ പറഞ്ഞ് തരുമോ നിനക്കൊക്കെ? എനിക്ക് തോന്നുന്നില്ല. ഒരു പാർട്ടി അത് ചെയ്ത് തരത്തില്ല. നീയൊക്കെ തന്നെ കഷ്ടപ്പെടണം. എന്തിന് വല്ല പാർട്ടിക്കും വല്ല പിണറായിക്കും പിണറായിയുടെ മോക്കും. ഇനി വേറൊരു ഐറ്റം ഉണ്ട്, വേറൊരു ചേട്ടൻ നിന്ന് കഥ പറയുന്ന കേൾക്കണം. വിദ്യാഭ്യാസം ഒരുപാടുള്ള നമ്മുടെ പഴയ വിദ്യാഭ്യാസ മന്ത്രി അണ്ണം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോകാം നമുക്ക് അതിലേക്ക്. അതിന് മുമ്പ് ഇത് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് കേൾക്ക്. എന്നാലും പോലീസ് അവകാശപ്പെടുന്നത് എല്ലാവരും തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്തതാണ്. കോട്ടയത്തെ ലോഡ്ജിൽ താമസിച്ച ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഉൾപ്പെടെ അവിടെ നിന്നും വിവരം ശേഖരിച്ച് അറസ്റ്റ് ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത്. എന്തായാലും അറസ്റ്റ് 19ലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ 5 പേരെ ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തിരുന്നു. ബാക്കി 2-3 പേരെ ഇന്നലെ രാത്രി റിമാൻഡ് ചെയ്തിരുന്നു. ബാക്കി 11 പേരെ ആണ് ഇന്ന് കോടതിയിലേക്ക് ഹാജരാക്കിയിരിക്കുന്നത്. ദിനകരനെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഈ IP ബിനു ഉൾപ്പെടെയുള്ളവരെയാണ് ഇപ്പോൾ ഹാജരാക്കിയത്. അപ്പോൾ അവരെ കാണാനുമൊക്കെ ആയിട്ട് ജില്ലയിലെ വിവിധ ഭാഗത്തുനിന്നായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ കോടതി വളപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകത്ത് ഇവരുടെ റിമാൻഡ് റിപ്പോർട്ട് പരിഗണിക്കും. അവരുടെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് തന്നെ ജാമ്യാപേക്ഷയും നൽകുന്നുണ്ട്. അത് പരിഗണിക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തമല്ല. എന്തായാലും അവർ റിമാൻഡ് അപേക്ഷ അല്പസമയത്തിനുള്ളിൽ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. യെസ്, അതാണ് ഇപ്പോൾ കെ അരുൺകുമാർ പങ്കുവെക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇതൊക്കെ തന്നെ അറസ്റ്റ് ആണോ അതോ ഇവർ പോയി കീഴടങ്ങിയതാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ കാര്യത്തിൽ പോലീസ് എത്രമാത്രം ഊർജിതമായി നടപടികൾ കൈക്കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലീസിന്റെ കഴിവാണ്. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ CPMന്റെ ഔദാര്യമാണ്. അതാണ് അതിൽ വ്യത്യാസം. ഇപ്പോൾ IP ബിനു കീഴടങ്ങി എന്ന് നമുക്ക് വ്യക്തമാകുന്ന IP ബിനു ഇട്ട പോസ്റ്റിലൂടെയാണ്. ഇപ്പോൾ ദിനകർ ആണെങ്കിൽ ദിനകർ നിരവധി സമരക്കേസുകളിൽ പ്രതിയാണ്. അടിയുറച്ച CPM പ്രവർത്തകനാണ്. വാഴോട്ടുകോണം ലോക്കൽ കമ്മിറ്റി പരിധിയിൽപ്പെടുന്ന CPM പ്രവർത്തകനാണ്. അപ്പോൾ ദിനകറും കീഴടങ്ങി എന്ന വിവരങ്ങളാണ് പ്രാദേശികമായി പുറത്തു വരുന്നതും. അപ്പോൾ ഇത് അറസ്റ്റ് ചെയ്തെന്ന് പോലീസിൻ്റെ അവകാശവാദമാണ്. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ നേതാക്കൾ ആരും ഇതിൽ പ്രതികളാകുന്നില്ല, നേതാക്കൾ ആരും ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. സാധാരണ പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതിലേറ്റവും ഉന്നത തലത്തിലുള്ള നേതാവെന്ന് പറയാൻ IP ബിനു മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗമാണ്. ബാക്കിയൊക്കെ സാധാരണ പ്രവർത്തകരാണ്. അപ്പോൾ ഈ പ്രതിഷേധം നടന്നതിന് ശേഷം സാധാരണ പ്രവർത്തകർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ CPMന്റെ
പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ സുഖമായി വീട്ടിൽ കഴിയുകയും ചെയ്യുന്നു. ഈ നേതാക്കളാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയതും പ്രതിഷേധം അക്രമാസക്തമായപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരും. അപ്പോൾ നേതാക്കൾക്കൊന്നും ഒരു കുഴപ്പമില്ല, അവരെയൊക്കെ തന്നെ പോലീസ് കാണുന്നുണ്ട്, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ ചായ കുടിക്കുന്നുണ്ടാകും. സാധാരണ പ്രവർത്തകർ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ ഒളിവിൽ കഴിയുകയും. IP ബിനു ഏരിയ കമ്മിറ്റി മെമ്പർ, ഓക്കെ, നാളെ പുള്ളിക്ക് ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടായേക്കാം, മനസ്സിലായോ? ഏതെങ്കിലും ഒരു കാലത്ത് ചിലപ്പോൾ MLA-യോ MP-യോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഗുണം ഉണ്ടായേക്കാം. ബാക്കിയുള്ള ഈ പാവപ്പെട്ടവന്മാരോ ഈ 10-30 വയസ്സുള്ളവർ കാണുമല്ലോ ചിലപ്പോൾ ഇതിനകത്ത്, അവർക്കൊക്കെ എന്താ കിട്ടാൻ പോകുന്നത്? ഇത് അവർ വേണം കേട്ടോ ചിന്തിക്കാൻ. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എന്തായിരിക്കും ഇവൻ്റെയൊക്കെ ഗതി എന്നുള്ളത്. കുറേ കാലം അകത്ത് കിടക്കും, പിന്നെയും പുറത്തിറങ്ങും, പാർട്ടി ഗുണ്ടയാക്കി അങ്ങ് എന്തോ വലിയ കാര്യം എന്നുള്ള രീതിയിൽ നടക്കും. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ എടുത്തിൻ്റെ ഇടിയും മേടിച്ച് ഇങ്ങനെ ആശുപത്രിയിലും കയറി ഇറങ്ങി വീട്ടുകാരുടെ ചിലവിൽ കിടക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് അവർ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ പാർട്ടിക്ക് വേണ്ടി കിടന്ന്, അതിപ്പോൾ ഏത് പാർട്ടി ആയിക്കോട്ടെ കേട്ടോ, ഇന്ന പാർട്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏതൊരു പാർട്ടിക്ക് വേണ്ടി കിടന്ന് ഓടിയിട്ടും എന്താണ് ഗുണമെന്ന് എനിക്ക് പിടികിട്ടാത്തത്. ഇത്രയും ഈ കല്ലെറിയാണ്, നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഏകദേശം 10 പേരോളം ഇപ്പം ഉള്ള റിമാൻഡിലാണ്. പക്ഷേ ജാമ്യത്തിന് കൊടുക്കുമെന്നാണ് പറയുന്നത്. ജാമ്യം കിട്ടുമോ എനിക്കറിയത്തില്ല. NIA ഒക്കെ വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ എല്ലാം നല്ല മേടിച്ചുകൊണ്ടിരിക്കും, നല്ല കനത്തിൽ. ചെറിയ രീതിയിലൊന്നും ആയിരിക്കത്തില്ല കിട്ടാൻ പോകുന്നത്. വീണ ചേച്ചിക്കും പിണറായിക്കും കിട്ടുന്നതിൻ്റെ ഇരട്ടിപ്പണി. പിണറായിക്ക് പിന്നെ ഇതിനകത്തൊന്നും പണി കിട്ടത്തില്ല. വീണയ്ക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു വിഷയം ED വന്ന് അന്വേഷിച്ചതൊക്കെ എന്തിനാണോ, ആ ഒരു വിഷയത്തിൽ വീണയ്ക്ക് കിട്ടാൻ പോകുന്ന പണിയെക്കാട്ടിലും കൂടുതൽ പണിയായിരിക്കും ഈ അണികളെന്ന് പറയുന്ന പൊട്ടന്മാർക്ക് കിട്ടാൻ പോകുന്നത്. കാരണം വെറുതെ ഇരുന്ന പാവപ്പെട്ടവൻ, ആ ടാക്സി ഡ്രൈവറുടെ അവസ്ഥ അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവൻ ഇനി സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് അതെല്ലാം മാറ്റേണ്ടി വരും. ഗവൺമെൻറ്റിൽ നിന്നൊക്കെ കിട്ടിയിട്ടൊക്കെ അവൻ ഏത് കാലത്ത് വണ്ടിയുടെ ചില്ലൊക്കെ മാറ്റുമെന്ന് എനിക്കറിയത്തില്ല. അവൻ്റെ ഒരവസ്ഥ, ഈ കല്ലെറിയുന്നതിന് മുമ്പ് ഈ അണികൾ, അടിമകൾ, അതൊന്നും ചിന്തിക്കാറുന്നല്ലോ. ഓട്ടെ, ഇതൊക്കെ മാറ്റി വെക്ക്. ഇനി നമ്മുടെ സൂപ്പർ സ്റ്റാർ, അയ്യോ വിദ്യാഭ്യാസം കൂടിപ്പോയ പഴയ വിദ്യാഭ്യാസ മന്ത്രി കുറച്ച് വിവരക്കേടുകൾ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. യഥാർത്ഥത്തിൽ അവിടെ പ്രതിഷേധം ഉണ്ടായെന്നുള്ള കാര്യം സത്യമാണ്. ഞാനും പിന്നെ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ, ജോയിയും പിന്നെ MLA തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പ്രതിഷേധം ഉണ്ടായെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ സാധാരണഗതിയിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഒരു ശക്തമായ പ്രതിഷേധിച്ച് നിൽക്കുമ്പോൾ ആ പ്രതിഷേധത്തെ ഒട്ടും വകവയ്ക്കാതെയും മാനിക്കാതെയും 2 വാഹനങ്ങളിൽ ഈ പ്രതിഷേധക്കാർ ഇരിക്കുന്ന റോഡിലാണ് കുത്തിയിരിക്കുന്നത്. ആ പ്രതിഷേധക്കാരുടെ നേരെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് 2 വാഹനങ്ങൾ. അതേസമയത്ത് അവിടെ കൂടി അതായത് ഇവർ പുറത്തിറങ്ങുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനും കടകംപള്ളി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ പ്രകടനമായി ഞങ്ങൾ മെയിൻ റോഡിലെത്തേക്ക് കൊണ്ടുപോയി. രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ ചെന്ന് സുരേന്ദ്രനൊക്കെ സംസാരിച്ച ശേഷമാണ് ഞങ്ങൾ പിരിയുന്നത്. അപ്പോൾ ഞങ്ങൾ ആ രൂപത്തിൽ സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. എങ്കിലും കുറച്ച് ആൾക്കാർ വീണ്ടും അവശേഷിക്കുന്നുണ്ടായിരുന്നു. അവരും കൂടെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ അവരും കൂടെ പിരിഞ്ഞങ്ങ് പോകുമായിരുന്നു. അതിന് പകരം പിന്നെ ED-ക്കാർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന അവരുടെ നേരെ വാഹനം കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഒരു സംഘർഷം ഉണ്ടായി. അതിൽ പ്രശ്നം ഉണ്ടായവരെ പിടിച്ചോട്ടെ പോലീസ്. ഇപ്പോൾ ചെയ്തെന്താ, 100ഓളം വരുന്ന വീടുകൾ പോലീസ് റെയ്ഡ് ചെയ്തിരിക്കുന്നു. സെർച്ച് വാറണ്ട് ഇല്ലാതെയാണ് പോലീസ് റെയ്ഡ് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ചില വീടുകളിൽ നിന്ന് പിന്നെ ബൈക്ക്, സ്കൂട്ടർ, അതുപോലെ ഇരുചക്ര വാഹനങ്ങളൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. സമരം ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മ മതി. എനിക്ക് കൂടുതൽ വിവരക്കേട് നിങ്ങളെ കേൾപ്പിക്കാൻ വയ്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവൻകുട്ടിയെ പോലെ ഇത്രയും മണ്ടനായ ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും വലിയ വിവരക്കേടുകളാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ നിങ്ങൾ, ED കാർ ഓടിച്ചങ്ങോട്ട് കയറ്റാൻ വരുമായിരുന്നെന്ന്. അപ്പോഴാണ് പ്രവർത്തകരെല്ലാം കൂടി അങ്ങോട്ട് ചാടി വീണ് കല്ലെറിഞ്ഞ് പൊട്ടിച്ചതെന്ന്. എങ്ങനെ കല്ലെറിഞ്ഞ് പൊട്ടിച്ചതെന്ന്, സോറി, ചില്ലൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചത് എങ്ങനെ? എടാ ശിവൻകുട്ടി ചേട്ടാ, അങ്കിളെ, നാട്ടുകാരെല്ലാവരും കണ്ടതാ അവിടെ എന്താ നടന്നതെന്ന്. പിന്നെ ED പിന്നെ പിണുമാവിൻ്റെ വീട്ടിനകത്ത് തന്നെ ഇരിക്കണമായിരുന്നോ? അതായിരുന്നോ നിങ്ങൾക്ക് വേണ്ടത്? അല്ല, ED പുറത്തേക്ക് ഇറങ്ങാതെ നിങ്ങൾ അവിടുന്ന് മാറത്തില്ല, പ്രതിഷേധം നിർത്തത്തില്ല എന്നൊക്കെയാണല്ലോ അന്ന് വിളിച്ചു പോയി പറഞ്ഞത്. ഇതിപ്പോൾ പരിശോധന കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ ഇറങ്ങിയതായി പോയി കുറ്റം. എൻ്റെ പൊന്നു വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി, പഴയ മന്ത്രി, ഇനി ഒരു MLA എങ്കിലും ആവുമോ താങ്കൾ? അതാണ് എൻ്റെ സംശയം. തന്നെയൊക്കെ ഇനി ആരെങ്കിലും വോട്ട് കുത്തി MLA എങ്കിലും ആക്കുമോ? അങ്ങനെ തനിക്കൊക്കെ ഇനിയും വോട്ട് തന്നു കഴിഞ്ഞാൽ ആ വോട്ട് തന്നവരെ ഇടിക്കണം. സത്യം പറഞ്ഞാൽ
അവൻ അത്രയും വിവരം ഇല്ലേന്നേ നാട്ടുകാർ ചോദിക്കത്തുള്ളൂ. തനിക്കൊക്കെ വേണ്ടി വോട്ട് ചോദിക്കാൻ ഇനി ആരെങ്കിലും വന്നാ പറയുന്നതൊക്കെ കേട്ടോ നിങ്ങൾ. ഞാൻ വിശദീകരിക്കണ്ട, കാരണം നിങ്ങളെല്ലാവരും കണ്ടതാ കഴിഞ്ഞ ദിവസത്തെ മെയിൻ സ്ട്രീം ചാനലിലൂടെ വന്ന വാർത്ത. ഇടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാത്തിൻ്റെ ഇടയിലോട്ട് കയറിയോണ്ടാണെന്ന്. NIA ഒക്കെ വരുമായിരിക്കും, അന്വേഷിക്കട്ടെ, അപ്പം നമുക്ക് അറിയാം. സതീശൻ ചേട്ടാന്ന് സോറി, നമ്മുടെ ശിവൻകുട്ടി മാമ കേട്ടോ എന്തായിരിക്കും എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.